നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2023 നവംബറിലുണ്ടായ സ്ഫോടനം, കൊച്ചിയിലെ കളമശ്ശേരിയിലുണ്ടായ സ്ഫോടനവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ 8 പേരുടെ മരണവും അങ്ങനെയൊന്നും പെട്ടെന്ന് മലയാളികൾ മറക്കാനിടയുണ്ടാവുകയില്ല. ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഡൊമിനിക് മാർട്ടിനെയും ഇയാളുടെ മുഖവും പെട്ടെന്നൊന്നും മലയാളികൾ മറന്നിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഇതാ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങൾ പുറത്തുവരികയാണ്. കളമശ്ശേരി ബോംബ് സ്ഫോടന കേസ് പ്രതി ഡൊമിനിക് മാർട്ടിൻ ബോംബ് നിർമ്മിച്ച രീതി വിദേശ നമ്പറിലേക്ക് അയച്ചിരുന്നു എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ചിത്രങ്ങളടക്കം അയച്ചു നൽകിയതായാണ് വിവരം. പുതിയ കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിൽ ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധങ്ങളിൽ തുടരന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം. കഴിഞ്ഞ ദിവസമാണ് ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ആഭ്യന്തര വകുപ്പ് അനുമതി നൽകിയത്. മാർട്ടിന്റെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഇതിന് കാരണം. സ്ഫോടനത്തിന് മുൻപ് ബോംബ് നിർമ്മാണത്തിന്റെ രീതി ദുബായിലുള്ള ഒരു നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്ത് നൽകിയിരുന്നു. ചിത്രങ്ങൾ സഹിതം അയച്ചുവെന്നാണ് കണ്ടെത്തൽ. 10 വർഷത്തോളം ഡൊമിനിക് മാർട്ടിൻ ദുബായിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. സുഹൃത്തിന്റെ നമ്പർ എന്നാണ് പ്രാഥമിക വിവരം. എന്നാൽ നമ്പറിന്റെ ഉടമയെ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇന്റർപോളിന്റെ സഹായത്തോടെ അന്വേഷണം നടത്തി റിപ്പോർട്ട് കോടതിയിൽ നൽകും. ഈ നമ്പറിന്റെ ഉടമയ്ക്ക് സ്ഫോടനവുമായി ബന്ധമുണ്ടെങ്കിൽ കേസിൽ പ്രതി ചേർക്കും. 2023 നവംബറിലുണ്ടായ സ്ഫോടനത്തിൽ 8 പേർക്കാണ് ജീവൻ നഷ്ടമായത്. മാത്രമല്ല, ഈ ഒരു സ്ഫോടനം ആൾക്കൂട്ടത്തിനിടയിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സ്ഫോടനങ്ങളിൽ ഒന്നാണ് എന്നറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതി, സ്ഫോടനത്തിന് ഉപയോഗിച്ച ബോംബ് ഉണ്ടാക്കുന്ന രീതി എന്താണ് എന്ന വിശദമായ വിവരങ്ങളാണ് ഈ മാർട്ടിൻ വിദേശത്തുള്ള ഈ നമ്പറിലേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. ഇതേ രീതിയിൽ മറ്റെവിടെയെങ്കിലും സമാനമായ സംഭവ വികാസങ്ങൾ നടത്താൻ പ്ലാനും പദ്ധതിയും ഇട്ടിട്ടുണ്ടോ എന്ന ചോദ്യവും ഉയരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് നിർണായകമാകുന്നത്. ആർക്ക്, എന്തിനു വേണ്ടി എന്ന ചോദ്യം ഉയരുകയാണ്. എന്തായാലും 3 വർഷത്തിന് ഇപ്പുറമെങ്കിലും ഈ ഒരു കണ്ടെത്തൽ നടത്തിയല്ലോ എന്നൊരു ആശ്വാസമുണ്ട്. നടത്തിയാൽ മാത്രം പോരാ, എന്താണ് ഇതിന്റെ പിന്നിലെന്നത് അറിയേണ്ടതുണ്ട്. കാരണം ഭാവിയിൽ ഒരു പക്ഷേ ഇത്തരം ഒരു സംഭവ വികാസം ഇപ്പോഴെങ്കിലും കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾക്ക് കാരണമായേക്കാം എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഒരു സഭയോട് തോന്നിയ വിരോധമാണ്, പ്രാർത്ഥനകളോടൊക്കെ തോന്നിയ വിരോധമാണ് ഇത്രയും വലിയൊരു സ്ഫോടനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാനായി കാണിച്ചത്. വീട്ടിൽ തന്നെ നിർമ്മിച്ച സ്വന്തം വീട്ടിലെ മുറിയിൽ ഭാര്യയ്ക്കോ മക്കൾക്കോ പോലും അറിയാതെ സ്വന്തം വീട്ടിലെ ഒരു മുറിക്കകത്താണ് ഇയാൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആരാണിത് ചെയ്തത് എന്ന ചോദ്യത്തിനൊന്നും ഉത്തരം ലഭിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് ദിവസങ്ങൾക്കിപ്പുറം മാർട്ടിൻ തന്നെ ഒരു മൊബൈൽ ഫോണിലൂടെ ലൈവ് ഇടുകയാണ്. താനാണ് ഇത് ചെയ്തത് എന്ന കാര്യം പറയുകയായിരുന്നു. പിന്നീടാണ് പോലീസ് തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യാനായി എത്തുന്നത്. ഏകദേശം 2 വർഷം പിന്നിടുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ആണ് ഇത്രയും നിർണായകമായ ഒരു വിവരം വരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള തിരച്ചിലുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്റർപോളിന്റെ അടക്കമുള്ള സഹായം തേടിയിരിക്കുകയാണ് പോലീസ്.